ഗൈസ്, ഇന്ന് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 18 ആണ്. ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ ലാബാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ എല്ലാം എഴുതി എല്ലാ സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് പഠിച്ചാൽ മാത്രം മതി. ടൈട്രേഷൻ മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. സോൾട്ട് അനാലിസിസ് ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ടൈട്രേഷൻ, ആൽക്കലിമെട്രിയും ആസിഡോമെട്രിയും എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്. അത് പഠിച്ചാൽ മതി. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് വോളുമെട്രിക് അനലൈസിസ്, ആസിഡോമെട്രി, ആൽക്കലിമെട്രി. അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാം. പിന്നെ അതിൽ നിന്ന് വരുന്ന എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ, പിന്നെ കുറച്ച് പഠിക്കേണ്ട പ്രിൻസിപ്പിൾസ്, പിന്നെയും കാൽക്കുലേഷൻ, അതിൻ്റെ ഇക്വേഷൻ. ഞാനിനി ഈ ബുക്ക് വായിക്കാൻ പോവാണ്. ഈ ബുക്ക് ഞാൻ ഇതിൽ മുമ്പേ 2-3 വട്ടം വായിച്ചിട്ടുണ്ട്, ഫുൾ വായിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പിന്നെ ഇതെഴുതി വായിക്കും. ഈ ഒരു ബുക്കിൻ്റെ പേജ് ആയാലും ഇതിൻ്റെ റൈറ്റിങ്സ് ആയാലും വളരെ പവർഫുള്ളാണ്. സീക്രട്ട് എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. സീക്രട്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് ഈ ബുക്കിലുള്ളത്. ഈ ബുക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 180 സംതിങ് റുപ്പീസിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ മലയാളം വേർഷനും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് വാങ്ങിച്ചത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കേണ്ട നല്ലൊരു ബുക്കാണ്. ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് 25 ചോദ്യം ചെയ്തു. ആസ് യൂഷ്വൽ ഇന്ന് എൻ്റെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റി ഏകദേശം സെയിം ആയി. ഇന്ന് ഡേ 80 എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഡേ 80 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചു. പിന്നെ ഞാൻ മാത്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 26 ക്വസ്റ്റ്യൻസ് ആണ് തോന്നുന്നു, 25 ക്വസ്റ്റ്യൻസ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും പഠിച്ചു, കെമിസ്ട്രി ലാബ് പഠിച്ചു, കെമിസ്ട്രി റെക്കോർഡ് എഴുതി, മാത്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും 25 ചോദ്യം ചെയ്തു. പിന്നെ ഞാൻ കടക്കാൻ നേരമായപ്പോഴത്തേക്കും ഞാൻ ജെമിനിയെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ മുടി വെട്ടിയാൽ എങ്ങനെ ഇരിക്കും, പിന്നെ ഞാൻ ഒരു ബോയ് ആയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ നോക്കിയത്. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.